നമുക്ക് പേപ്പർ 2-ലുള്ള ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ പേപ്പർ 2. അതിൽ ആഷാഢ് കാ ഏക് ദിൻ അതിനുള്ള സമ്മറി നമ്മൾ നോക്കി. ഇനി ക്വസ്റ്റ്യൻ ആൻസറിൽ ഒരെണ്ണം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ആഷാഢ് കാ ഏക് ദിൻ നാടക കി സമീക്ഷ നാടക കി കഥാവസ്തു ലിഖിയെ. സമ്മറി ഷോർട്ടായിട്ട് കഥാവസ്തു ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു ചോദ്യമാണ് അത് നമ്മുടെ नाटक के प्रमुख तत्वों के आधार पर आषाढ़ का एक दिन की आलोचना कीजिए. അല്ലെങ്കിൽ മോഹൻ രാകേഷ് का एक सफल नाटक है आषाढ़ का एक दिन विचार कीजिए. ഇപ്പോൾ ഇവിടെ നാടകത്തിന് ചില തത്വങ്ങളുണ്ട്, ചില പ്രത്യേകതകളുണ്ട്, വിശേഷതകളുണ്ട്. ആ വിശേഷതകളെ ആസ്പദമാക്കി ആഷാഢ് കാ ഏക് ദിൻ അതിനെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വിശകലനം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മോഹൻ രാകേഷ് കാ എക് സഫൽ നാടക് ഹെ ആഷാഢ് കാ ഏക് ദിൻ വിചാർ കീജിയെ. മോഹൻ രാകേഷിൻ്റെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള നാടകമാണ് ആഷാഢ് കാ ഏക് ദിൻ. ഇതിനെപ്പറ്റി വിശകലനം ചെയ്യുക. ഇതിൽ കുറച്ച് ഭാഗം നമ്മൾ നേരത്തെ എടുത്തു. ഒരു നാടകത്തിന് ചില തത്വങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ വിദ്വാൻമാർ നാടകത്തിന് താഴെ പറയുന്ന തത്വങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്നെന്താണ്? കഥാവസ്തു, പാത്ര और ചരിത്ര ചിത്രൻ, കഥോപകഥൻ, സംവാദ്, ദേശകാൽ और വാതാവരൺ, ഭാഷാശൈലി और ഉദ്ദേശ്യ ഏവം അഭിനേത. നല്ല ഒരു സ്റ്റോറി ഉണ്ടാവണം. കഥാപാത്രങ്ങളും അവയുടെ ക്യാരക്ടറും നമുക്ക് മനസ്സിലാക്കണം. കഥോപകഥൻ, സംഭാഷണങ്ങളുണ്ടാവാം. നാടകത്തിൽ സംഭാഷണങ്ങൾക്കാണ് പ്രാധാന്യം. പിന്നെ ഈ നാടകം അല്ലെങ്കിൽ ഒരു കൃതി ഏത് ദേശത്ത്, ഏത് കാലഘട്ടത്തിൽ, ഏത് ചുറ്റുപാടിലാണ് നടന്നത് എന്നുള്ള ഒരു വിശകലനം. പിന്നെ ഭാഷാശൈലി. പിന്നെ ഏതൊരു കൃതിക്കും അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശ്യം ഉണ്ടാവും, ഒരു മെസ്സേജ് ഉണ്ടാവും. അത് ഇതിന് ആ മെസ്സേജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തുക. പിന്നെ അഭിനേത, ഒരു നാടകമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്റ്റേജിൽ അവതരിപ്പിക്കുകയും വേണം. ഈ വിശേഷതകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സമ്പൂർണ്ണ നാടകം എന്നതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വിശേഷതകളെ അല്ലെങ്കിൽ ഈ തത്വങ്ങളെ ആസ്പദമാക്കിയിട്ട് ആഷാഢ് കാ ഏക് ദിനെ നമുക്ക് എന്ത് ചെയ്യാം, വിലയിരുത്താം. അതാണ് അതിലൊന്നാമത്തെ കഥാവസ്തു. കിസി ഭി നാടകമേം കഥാവസ്തു കാ അത്യന്ത മഹത്വ ഹെ. ഏതൊരു നാടകത്തിലും കഥാവസ്തുവിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആഷാഢ് കാ ഏക് ദിൻ കി കഥാവസ്തുമേ ഇതിഹാസ് और കൽപ്പന കാ മിശ്രൺ ഹുവാ ഹെ. ആഷാഢ് കാ ഏക് ദിൻ വായിച്ചു നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇതൊരു ചരിത്ര നാടകമാണ്. കാരണം കാളിദാസനൊക്കെ ചരിത്ര കഥാപാത്രമാണ്. പക്ഷെ അതിൽ കുറച്ച് ഭാവനയും കൂടി, കൽപ്പനയും കൂടി, ഒരു ഇമേജിനേഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആഷാഢ് കാ ഏക് ദിൻ രചിക്കപ്പെട്ടിരിക്കുന്നത്. इसके अलावा नाटककार ने प्रचलित किंवदंतियों से भी प्रेरणा पाई है. ഈ നാടകം എഴുതാൻ വേണ്ടി അദ്ദേഹത്തിന് അറിവുള്ള അദ്ദേഹത്തിന് കേട്ടുകേൾവി അനുസരിച്ച് അദ്ദേഹം എന്തെല്ലാം കേട്ടിട്ടുണ്ടോ, നാട്ടിൻപുറത്ത് നിന്നൊക്കെ കാളിദാസനെ പറ്റി പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ, ആ കിംവദന്തികളിൽ നിന്നും ഇദ്ദേഹത്തിന് ഇതെഴുതാനുള്ള പ്രേരണ ലഭിച്ചു. കാളിദാസ് അവർ മല്ലികാക്കി ആത്മീയത. ഇതിൽ വരുന്ന കഥാവസ്തു എന്തൊക്കെയാണ്? കാളിദാസനും മല്ലികയും തമ്മിലുള്ള ഉറ്റ ബന്ധം. सम्राट के आदेश पर कालिदास का രാജകവി ബൻകർ ഉജ്ജയിനി में रहना. സമ്രാട്ടിൻ്റെ നിർദ്ദേശപ്രകാരം കാളിദാസൻ രാജകവിയായിട്ട് ഉജ്ജയിനിയിൽ പോയി താമസിക്കുക. ഉജ്ജയിനിയിൽ പോയി താമസിച്ച് രാജകവി ആകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മാറുകയാണ് അല്ലേ, മാതൃഗുപ്ത് എന്നായി. പിന്നെ രാജദുഹിത പ്രിയങ്കുമഞ്ജരീസെ കാളിദാസ് കാ വിവാഹ്. പിന്നെ എന്ത് ചെയ്തു? രാജപുത്രിയായിട്ടുള്ള രാജകുമാരിയായിട്ടുള്ള പ്രിയങ്കുമഞ്ജരിയുമായിട്ട് കാളിദാസന്റെ വിവാഹം. കാളിദാസ് കാ കാശ്മീർ കാ ശാസക് ബന്ന. കാളിദാസൻ എവിടെ പോയി? കാശ്മീരിലെ ഭരണാധികാരിയായിട്ട് മാറുക. ആദി പ്രസംഗ പ്രസ്തുത നാടകത്തെ പകലേ ഭാഗമേ ഹം ദേഖ് സക്തേ ഹെ. ഈ പറയുന്ന സന്ദർഭങ്ങൾ നാടകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകെ മല്ലികാക്കെ പ്രകോഷ്ഠമേം പഥാർക്കർ. പിന്നെ അടുത്ത ഒരു ഭാഗത്ത് എന്താ വരിക?
തുടർന്നുള്ള ഭാഗത്ത് മല്ലികയുടെ വീട്ടിനുള്ളിൽ വീട്ടിൽ എഴുന്നള്ളിയിട്ട് രാജകുമാരി പ്രിയങ്കുമഞ്ചരി മല്ലികയെ കാണുകയാണ്. അതാണ് പിന്നെ വർണ്ണിക്കുന്നത്. പിന്നെ മാതാ അംബികാക്കി മൃത്യു കെ ബാദ് അഭാവഗ്രസ്ത് മല്ലിക കാ ഗ്രാം പുരുഷ വിലോം കെ ആകെ മസ്ബൂർ ഹോക്കർ തൻ ദേന. പിന്നെന്താണ്, അമ്മയുടെ മരണശേഷം, അമ്മയുടെ പേര് അംബിക, അവരുടെ മരണശേഷം ദാരിദ്ര്യത്തിൽ കഴിയുന്ന മല്ലിക ഗ്രാമപുരുഷനായിട്ടുള്ള വിലോമിൻ്റെ മുന്നിൽ ഗത്യന്തരമില്ലാതെ ശരീരത്തെ സമർപ്പിക്കുന്നു. അവർ ഉസ്കി ബച്ചിക്ക് മാം ബന്ന, പിന്നെന്ത് ചെയ്യുന്നു, അയാളുടെ മകളുടെ അമ്മയായിട്ട് മാറുകയും ചെയ്തു. ആദി പ്രസംഗ് അത്യധികം മർമ്മസ്പർശിക്ക് തുടങ്ങിയ സന്ദർഭങ്ങളൊക്കെ വളരെയധികം ഹൃദയസ്പർശിയാണ്. ബാദുമേം കശ്മീർക്കെ വിദ്രോഹിയും സെ തങ് ആക്കർ, അതിനുശേഷം കാശ്മീരിലുള്ള പ്രക്ഷോഭകാരികളാൽ പൊറുതിമുട്ടിയിട്ട് കാളിദാസൻ എന്ത് ചെയ്തു, മല്ലികാക്കെ പാസ് പൗജിത്തേക്ക്, മല്ലികയുടെ അടുക്കലേക്ക് എത്തുന്നു. ലേക്കിൻ മല്ലികാക്കെ യഥാർത്ഥ കോ ജാൻകർ, പക്ഷേ മല്ലികയുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയിട്ട് കാളിദാസൻ, മാതൃഗുപ്തൻ എന്നുള്ള കാളിദാസൻ പ്രസ്ഥാൻ കർത്തെ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇൻ മാർമിക പ്രസംഗവും കോ നാടകക്കാരനെ ബഡേ ഹൃദയഗ്രാഹി ഢംഗ് സെ വർണ്ണിത് കിയാ ഹെ. ഇത്തരത്തിലുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള സന്ദർഭങ്ങളെ നാടകകൃത്ത് ഹൃദയഹാരിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന തരത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ്. ഇസ് പ്രകാർ പ്രസ്തുത നാടക കി കഥാവസ്തുമേ രോചകത കാ അഭാവ് നഹി ഹെ. രോചകത എന്ന് പറഞ്ഞാൽ അതിനൊരു എന്താണ്, വായിച്ച് രസിക്കാനുള്ള ആ ഒരു രസിപ്പിക്കാനുള്ള ഒരു കഴിവ്, അതൊട്ടും കുറവില്ല എന്നാണ്. അത് നമുക്ക് വായിച്ച് നന്നായിട്ട് രസിക്കാൻ പറ്റും. നാടകമേയും അന്തർദ്വന്ദ്വക്ക് പ്രധാനതാഹി, നാടകത്തിൽ കുറച്ച് ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങളുണ്ട്. ഇസ് പ്രകാർ കഹാ ജാ സക്താ ഹെ പ്രസ്തുത് നാടക കി കഥാവസ്തു മേം മൗലികത, രോചകത, സംഭാവ്യത, സംക്ഷിപ്തത ആദി കഥാവസ്തു കെ ലിയേ സഭീ ഗുണ വിദ്യമാൻ ഹെ. അപ്പോൾ ഇപ്രകാരം ഈ നാടകത്തിൽ കഥാവസ്തുവിൽ എന്തൊക്കെയുണ്ട്, മൗലികത, ഒരു ഒറിജിനാലിറ്റി നമുക്ക് തോന്നും. രോചകര, നമുക്ക് വായിച്ച് നല്ല ആസ്വദിക്കാൻ പറ്റും. സംഭാവിത, ഇതിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ സംക്ഷിപ്തത, എല്ലാ കാര്യവും വളരെ ചുരുക്കി, എല്ലാ സന്ദർഭങ്ങളെയും വളരെ ചുരുക്കി കഥാവസ്തുവിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കഥാവസ്തുവിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തൊരു നാടകത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷതയാണ് പാത്രം എന്ന് പറഞ്ഞാൽ നാടകമില്ലാതെ കഥാപാത്രങ്ങൾക്ക് പ്രസക്തിയില്ല. പിന്നെ അയാളുടെ ക്യാരക്ടർ സ്കെച്ചിങ്, ഇത്രയാണ് ഈ രണ്ടാമത്തേതിൽ വരുന്നത്. കുച്ച് സമീക്ഷകവും കെ മതുമേം യഹി നാടക സർവപ്രമുഖ തത്വഹത്ത ഹെ. ചില നിരൂപകർ പറയുന്നത് ഇതാണ് നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷത. ക്യോങ്കി നാടക കെ മാധ്യം സെ പാത്രോം കെ ചരിത്രാങ്കൻ കാ ഹി പ്രയാസ് കിയാ ജാതാ ഹെ. കാരണം നാടകത്തിലൂടെ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടത്തപ്പെടുന്നത്. പ്രസ്തുത നാടകമേ കാളിദാസ് ഐതിഹാസിക് പാത്ര ഹെ. കാളിദാസ് ഒരു ചരിത്ര കഥാപാത്രമാണ്. ഉൻകാ മാതൃഗുപ്ത നാം ഭി ഐതിഹാസിക് ഹെ. അദ്ദേഹത്തിന് മാതൃഗുപ്തൻ എന്നൊരു പേരും കൂടിയുണ്ട്, അതും ചരിത്ര പ്രശസ്തമാണ്. ഉൻകാ ഏക് രാജകന്യാസെ വിവാഹ കന്ന ഇതിഹാസ് സമർപ്പിത് ഹെ. അദ്ദേഹം ഒരു രാജകുമാരിയെ വിവാഹം കഴിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ചരിത്രത്തിലുള്ള കാര്യമാണ്. പർ ഉസ്കാ നാം പ്രിയങ്കുമഞ്ചരി നാടകക്കാർ കി കൽപ്പന ഹെ. പക്ഷേ അവൾക്ക് പ്രിയങ്കുമഞ്ചരി എന്ന് ലേഖകൻ കൊടുത്തിരിക്കുന്നത് അത് ലേഖകൻ്റെ ഭാവന മാത്രമാണ്. അങ്ങനെ പ്രിയങ്കുമഞ്ചരി ആണോ അദ്ദേഹം കല്യാണം കഴിച്ചത് എന്ന് ചരിത്രത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു രാജകുമാരിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് മാത്രം ചരിത്രത്തിലുണ്ട്. പക്ഷെ അവളുടെ പേര് പ്രിയങ്കമഞ്ചരി ആണോ എന്ന് ഉള്ളത് സംശയമാണ്. അതുകൊണ്ട് അത് ചിലപ്പോൾ അത് ലേഖകൻ്റെ നാടകകൃത്തിൻ്റെ ഭാവനയിലുള്ള കഥാപാത്രമായിരിക്കാം. നാടകക്കാരനെ കാളിദാസ് കെ മാനസിക സംഘർഷം കാ വർണ്ണൻ സ്വാഭാവികത കെ സാത്ത് കിയാ ഹെ. നാടകകൃത്ത് കാളിദാസന്റെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെ വളരെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. മല്ലിക കെ ചിത്രൺ മേ നാടകക്കാരനെ അപ്നി അപൂർവ പ്രതിഭ കാ പരിചയ ദിയാ ഹെ.
പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇത് മല്ലിക. മല്ലികയുടെ ക്യാരക്ടർ നാടക മല്ലികയുടെ ക്യാരക്ടറിൽ സ്വഭാവ ചിത്രീകരണത്തിൽ നാടകകൃത്ത് തൻ്റെ അസാധാരണമായിട്ടുള്ള ബുദ്ധി വൈഭവം പ്രതിഭ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മല്ലിക, അംബിക, വിലോം, മാതുൽ, അനുസ്വാർ, അനുനാസിക്, രംഗിണി, സംഗിണി, ജൈസേ പാത്ര, കാൽപ്പനിക്. ഈ പറഞ്ഞ മല്ലിക ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ അംബിക, വിലോമ്, മാതുല്, അനുസ്വാർ, അനുനാസിക്, രംഗിണി, സംഗിണി ഇങ്ങനെയുള്ള എല്ലാ കഥാപാത്രങ്ങളും ഭാവനയിലുള്ളതാണ്. അദ്ദേഹം കൊടുത്ത പേരുകളാണ്. മല്ലിക, കാളിദാസ്, വിലോം और अन्य पात्रों के चित्रण में രാകേഷ് ജി കോ സഫലത മിലി ഹെ. ഇതിൽ മല്ലികയുടെയും കാളിദാസിൻ്റെയും വിലോമിൻ്റെയും അതുപോലെ മറ്റ് ചില കഥാപാത്രങ്ങളുടെയും ചിത്രീകരണത്തിൽ രാകേഷിന് ഉജ്ജ്വല വിജയം കിട്ടിയിട്ടുണ്ട്. അടുത്ത കഥോപകഥനാണ്. നാടകത്തിൽ നമുക്കറിയാം കഥോപകഥൻ ഇല്ലെങ്കിൽ അത് നാടകമാവില്ലല്ലോ. കഥോപകഥൻ യാ സംവാദ് സംഭാഷണം. പ്രസ്തുത നാടക കെ കഥോപകഥൻ കഥാവസ്തു കെ വികാസ് മേ സക്ഷം ഹെ. നമ്മുടെ കഥയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഏറ്റവും ഉപകരിക്കുന്ന സംഭാഷണങ്ങളാണ് ഈ നാടകത്തിലുള്ള സംഭാഷണങ്ങൾ. സംഭാഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഥാവസ്തു ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകും. സംവാദ് മാർമിക്, രോചക്, പാത്രാനുകൂൽ ഏവം സജീവ് ഹെ. സംവാദിൻ്റെ ചില പ്രത്യേകതയാണ്. മാർമിക് എല്ലാം നമ്മുടെ കുറിക്ക് കൊള്ളുന്നതാണ്. അതുപോലെ രോചക് രസകരമായിട്ടുള്ള സംഭാഷണങ്ങളാണ്. ഓരോ കഥാപാത്രത്തിനും അനുസരിച്ചുള്ള സംഭാഷണങ്ങളാണ്. അതുപോലെ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള സജീവമായിട്ടുള്ള സംഭാഷണങ്ങളാണ്. സംവാദോं के माध्यम से अंबिका, मल्लिका, कालिदास, विलोम तथा अन्य पात्रों के मानसिक संघर्ष का अत्यंत मार्मिक वर्णन हुआ है. അതോടൊപ്പം ഈ സംഭാഷണങ്ങളിലൂടെയാണ് അംബിക, പ്രധാനപ്പെട്ട എല്ലാ കഥാപാത്രങ്ങളും മല്ലിക, കാളിദാസ്, വിലോം, മറ്റ് ചില കഥാപാത്രങ്ങൾ ഇവരുടെയൊക്കെ മാനസിക സംഘർഷത്തെ വളരെ ഹൃദയസ്പർശിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാം ആ കഥാപാത്രത്തിൻ്റെ ആന്തരികമായിട്ടുള്ള ഭാവങ്ങളും ബാഹ്യമായിട്ടുള്ള ഭാവങ്ങളും ഒക്കെ നമുക്ക് സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ദേശകാൽ ഔർ വാതാവരൺ. ദേശകാൽ ഔർ വാതാവരൺ ഒരു കൃതി ഏത് നാട്ടിലാണ്, ഏത് കാലഘട്ടത്തിലാണ്, ഏത് ചുറ്റുപാടിലാണ് കഥ നടക്കുന്നത് എന്നുള്ളതാണ്. ആഷാഢ് കാ ഏക് ദിൻ നാടകമേ ഐതിഹാസികതയുടെ ചരിത്രത്തിൻ്റെ അംശം നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. ആഷാഢ് കാ ഏക് ദിനിൽ ചരിത്രമാണ് ഏറ്റവും കൂടുതലുള്ളത്. സാരി ഘടനയെ മല്ലികാക്കെ ഘർമേ ഘടിത് ഹെ. അപ്പോൾ ചരിത്രമാണ് ആ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാ സംഭവങ്ങളും മല്ലികയുടെ വീട്ടിലാണ് സംഭവിക്കുന്നത്. पर्वतीय प्रदेश में लकड़ी के बने घरों की दीवारों के चिकनी मिट्टी से पुते होने. പർവ്വത പ്രദേശങ്ങളിൽ മരം കൊണ്ടുള്ള വീട്ടിൻ്റെ ചുമരുകളിൽ മിനുസമായിട്ടുള്ള മണ്ണ് കൊണ്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അംബികയുടെ വീട് അങ്ങനെയാണ് കേട്ടോ. മല്ലികയുടെയൊക്കെ വീട് അങ്ങനെയാണ്. ലക്കടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ചുവരുകളൊക്കെ എന്ത് ചെയ്തു? നല്ല മിനുസമുള്ള മണ്ണ് കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പുത്തേഹോന എന്ന് പറഞ്ഞാൽ, പുത്തിന എന്ന് പറഞ്ഞാൽ മെഴുകുക എന്നാണ്. അതുപോലെ ദീവാരോ ഓർ കിവാടോ ചുവരുകളിലും വാതിലുകളിലും ഒക്കെ സ്വസ്തിക് ചിഹ്നമുണ്ട്. സ്വസ്തിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലസ് പോലെയുള്ളൊരു ഇതാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഒരു വളവും ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഇതിൽ നോക്കിയാൽ അറിയാം. ഗൂഗിളിലൊക്കെ നോക്കിയാൽ സ്വസ്തിക് ചിഹ്നം അറിയാൻ പറ്റും. അതുപോലെ കമൽ താമരയുടെയും തഥാ ശംഖും കേബനെ ചിത്രഹോനെ അതുപോലെ ശംഖുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള. അപ്പം സ്വസ്തിക് ചിഹ്നം താമരയുടെ ചിഹ്നം അതിൽ വരച്ചു വെച്ചിട്ടുണ്ട് ആ ചുവരുകളിൽ. അതുപോലെ ശംഖുകളുടെ ചിത്രങ്ങളും അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ബർത്തനോ മേ മിട്ടി അവർ ഘാസ് കെ ബർത്തനോ കാ ഉല്ലേഖ് ആദി. അതുപോലെ പാത്രങ്ങളിൽ മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളും ഉണ്ട്, മൺകലങ്ങൾ. പിന്നെ ഘാസേക്കെ ബർത്തൻ ബ്രാസില്ലേ, ബ്രാസ് കൊണ്ടുള്ള പാത്രങ്ങൾ, അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു ഇതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ദേശകാല और वातावरण के लिए अधिक उचित लगता है. ആ കാലഘട്ടത്തിലെ സാഹചര്യത്തിന് അനുസരിച്ച് കൂടുതൽ ഉചിതമായിട്ട് നമുക്ക് തോന്നും. ഗുപ്തകാലീന സാമാജിക ജീവൻ पर भी विशेष उल्लेख
കിയാ ഗയാ ഹെ. ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തെ പറ്റിയും ഇതിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അടുത്ത ഭാഷാശൈലി. प्रस्तुत नाटक की रचना करते समय भाषा पर विशेष रूप से ध्यान दिया गया है. അവിടെ കാ വേണ്ട. ഈ നാടകം എഴുതുന്ന സമയത്ത് ഭാഷയെപ്പറ്റി അല്ലെങ്കിൽ ഭാഷയിൽ അദ്ദേഹം വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ ഉപയോഗിക്കേണ്ട ഭാഷയെപ്പറ്റി അദ്ദേഹം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നാടക് കി ഭാഷ തഥാ ശൈലി പാത്രവും കെ അനുകൂൽ ഹെ. നാടകത്തിൻ്റെ ഭാഷയും അതിൻ്റെ സ്റ്റൈലും ഒക്കെ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. മാതുൽ, രംഗിണി, സംഗിണി, അനുസ്വാർ, അനുനാസിക് ആദി പാത്രവും കി ഭാഷാമേ വ്യംഗ്യഹാസിക്ക് കാ അധിക് പുട്ട്. മാതുലിൻ്റെ, അതായത് കാളിദാസൻ്റെ അമ്മാവനുണ്ടല്ലോ, അമ്മാവിൻ്റെയും രംഗിണിയുടെയും സംഗിണിയുടെയും അനുസ്വാറിൻ്റെയും അനുനാസികിൻ്റെയും ഒക്കെയുള്ള ഈ കഥാപാത്രങ്ങളുടെയൊക്കെ ഭാഷയിൽ ഹാസ്യവും വ്യംഗ്യവും ഒക്കെ നമുക്ക് കൂടുതൽ കാണാനായിട്ട് സാധിക്കും. പരിഹാസപ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ. ഇനി ഉദ്ദേശ്യം. ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് 2 മാർക്കിനോ 5 മാർക്കിനോ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കാം കേട്ടോ. प्रस्तुत नाटक में नाटककार ने भावनामयी नारी की अहंवादी आत्मकेंद्रित पुरुष वर्ग द्वारा होने वाली दुर्गति को दिखाने का प्रयास किया गया है. അപ്പോൾ ഈ നാടകത്തിൽ നാടകകൃത്ത് ഭാവനാലോകത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അത് എങ്ങനെ ഭാവനാലോകത്ത് ജീവിക്കുന്ന സ്ത്രീയുടെ അവസ്ഥ എന്തുകൊണ്ട് മോശമായി? അഹങ്കാരിയായിട്ടുള്ള സെൽഫിഷായിട്ടുള്ള പുരുഷവർഗത്തിനാൽ ഉണ്ടാകുന്ന ദുർഗതിയെ കാണിച്ചു തരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അഹങ്കാരിയും സെൽഫിഷുമായിട്ടുള്ള പുരുഷവർഗത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ദുർഗതി പ്രാപിച്ച ഒരു ഭാവനാലോകത്ത് താമസിക്കുന്ന സ്ത്രീയെ ആണ് ഇതിൽ കാണിച്ചു തരാൻ, വായനക്കാരുടെ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടി ലേഖകൻ ശ്രമിച്ചിരിക്കുന്നത്. साथ ही कालिदास के माध्यम से സ്വതന്ത്ര ലേഖൻ കി സമസ്യ पर भी विचार किया गया है. അതോടൊപ്പം കാളിദാസനിലൂടെ സ്വതന്ത്ര ലേഖൻ, അതായത് സ്വതന്ത്രമായിട്ട് ഒരു കവിക്ക് ഇരുന്ന് എഴുതാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ, എഴുതാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളെയും ഇതിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. നാടകക്കാരനെ സ്പഷ്ട കിയാ ഹെ കി, നാടകകാരൻ വ്യക്തമാക്കിയിരിക്കുന്നത് രാജാശ്രയി കലാകാർ കി സർഗപ്രതിഭ പർ ആഘാത് പൗഞ്ചാത്ത ഹെ. രാജാവിനെ ആശ്രയിച്ചാൽ, രാജാവിൻ്റെ ദർബാറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കലാകാരൻ്റെ സർഗപ്രതിഭയ്ക്ക് വളരെയധികം ആഘാതം ഉണ്ടാവുക തന്നെ ചെയ്യും. മാതുൽ കെ മുഹ്സെ നാടകക്കാരനെ കഹലായ ഹെ. മാതുലിനെ കൊണ്ട് നാടകകൃത്ത് പറഞ്ഞിരിക്കുകയാണ് കി രാജാശ്രയി മേം രഹ്നെ സെ അധിക കഷ്ടതർ സ്ഥിതി സൻസാർ മേം ഹോ ഹി നഹീം ശക്തി. അതുപോലെ മാതുലിനെ കൊണ്ടും നാടകകാരൻ നമ്മളോട് പറഞ്ഞു തരുന്ന എന്താണ്? മാതുലിനെ കൊണ്ട് നാടകകൃത്ത് പറഞ്ഞു തരികയാണ്, രാജാശ്രയത്തിലിരുന്നാൽ, രാജാവിൻ്റെ അധീനതയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ കഷ്ടതരമായിട്ടുള്ള ഒരു സ്ഥിതി ലോകത്ത് മറ്റൊന്നും ഇല്ല. രാജകൊട്ടാരത്തിൽ പോയി താമസിക്കുന്നതിൻ്റെ അത്ര ഗതികേട് മറ്റൊന്നിനും ഇല്ല എന്നാണ്. ഇൻ തഥ്യവും കോ ദിഖാന ലേഖക ഉദ്ദേശം. ഇത്തരത്തിലുള്ള വസ്തുതകളെ വായനക്കാരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ലേഖകൻ്റെ ഉദ്ദേശം. അടുത്ത അഭിനേയതയാണ്. അഭിനേതാക്കി ദൃഷ്ടിമേം, അത് ഒരു നാടകം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേജിൽ അവതരിപ്പിച്ചാലേ വായനക്കാർക്ക് മാത്രമല്ല ശ്രോതാക്കൾക്കും മനസ്സിലാക്കാൻ പറ്റും. ദർശകർക്ക്, ശ്രോതാക്കളല്ല ദർശകർക്ക്, കാണികൾക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ദർശകരാണ് ശരിക്ക് അത് സ്റ്റേജിൽ അവതരിപ്പിച്ച് കാണുമ്പം അതിന് കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ നാടകത്തിന് അതിനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. അഭിനേതാക്കി ദൃഷ്ടിമേം ആഷാഢ് കാ ഏക് ദിൻ ഏക് ശ്രേഷ്ഠ നാടക. അഭിനയത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാലും ആഷാഢ് കാ ഏക് ദിൻ ഒരു ശ്രേഷ്ഠമായ നാടകമാണ്. എത്രയോ സ്റ്റേജിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ എത്ര വീഡിയോ കാണുമെന്നറിയാമോ ഈ നാടകത്തിനെ പറ്റി. ക്യോങ്കി ഇസ്കാ കഥാനക് ജഡിൽ
ജഡിൽ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ്. ജഡിൽ നെ ഹോക്കർ കോംപ്ലിക്കേറ്റഡ് അല്ല, മറിച്ച് ലളിതമാണ്, സരൾ ഹെ. ഉസ്ക ആകാർ സംക്ഷിപ്ത്, ഒരുപാട് പേജുകളൊന്നുമില്ല. സാധാരണ ഒരു നാടകത്തിന് ഒരുപാട് പേജുകൾ കാണും. ഇതിൽ അത്ര ഒരു മീഡിയം സൈസേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആകൃതി വളരെ ചെറുതാണ്. അവർ പാത്രവും കി സംഖ്യ കം ഹെ, പാത്രങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഉസ്മെ അരുചികർ അവർ അസംഭവ് ഘടനായി നഹി ഹെ, നമുക്ക് താല്പര്യമില്ലാത്തതോ അസംഭാവ്യമായിട്ടുള്ളതോ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിൽ ഇല്ല. ഉസ്മെ ഹാസ്യ വ്യംഗ്യക്ക പുഡ് ഹെ, പിന്നെ ഇഷ്ടംപോലെ ഹാസ്യം, വ്യംഗ്യം ഇതിൻ്റെയൊക്കെ അംശമുണ്ട്. ഭാഷ സരൾ ഓർ പ്രവാഹമയി ഹെ, ഭാഷ വളരെ ഈസിയാണ്, വളരെ ഫ്ലോ ആയിട്ട് പോകുന്ന ഭാഷയാണ്. കഥോപകഥൻ സംക്ഷിപ്ത് സരൾ ഏവം സജീവ് ഹെ, സംഭാഷണങ്ങളൊക്കെ വളരെ ചെറുതാണ്, അത് ലളിതമാണ്, അതുപോലെ ജീവനുള്ള സംഭാഷണങ്ങളാണ്. संक्षेप में नाटक के तत्वों के आधार पर ആഷാഢ് കാ ഏക് ദിൻ ഏക് ശ്രേഷ്ഠ രചന. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാടകത്തിൻ്റെ തത്വങ്ങളെ ആസ്പദമാക്കിയിട്ട് നോക്കിയാൽ ആഷാഢ് കാ ഏക് ദിൻ, നാടകത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഒത്തിണങ്ങിയ ഒരു നാടകമാണ് ആഷാഢ് കാ ഏക് ദിൻ. അതൊരു ശ്രേഷ്ഠ രചന തന്നെയാണ്. ഇനി ആഷാഢ് കാ ഏക് ദിനിലുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, അത് നമുക്ക് അടുത്ത ഓഡിയോയിൽ നോക്കാം.